ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നന്മ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ മാങ്ങ നന്നാക്കണമെന്നൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാലത്ത് മാങ്ങ വയ്ക്കണ കറിയാണ് ഇപ്പോൾ കാണിക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ട് ഞാൻ തൈര്, പിന്നെ മാങ്ങ, ശർക്കര അതൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നാളികേരത്തിലേക്ക് മുളക്, ജീരകം, കുരുമുളക്, വെളുത്തുള്ളി കേട്ടോ. അപ്പോൾ അതൊക്കെ അരച്ച് വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും വിജയേട്ടന് ഞാൻ ചോറൊക്കെ കൊടുത്ത് വെച്ചു ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ മാങ്ങക്കൂട്ട് അധികം ഇഷ്ടമല്ല ചോറ് കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിജയേട്ടൻ പോയിട്ട് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ കറിയൊക്കെ എല്ലാ അരപ്പൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടിക്കാലത്തിലാണ് കേട്ടോ സംഭവം വയ്ക്കണത്. അപ്പോൾ കുട്ടിക്കാലത്തിൽ മാങ്ങയൊക്കെ നന്നായിട്ട് വേവിച്ച് വെച്ചു. അതിലേക്ക് തൈര് ഒഴിച്ചിട്ടുണ്ട്. തൈര് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഞാൻ നാളികേരം ഒഴിക്കുന്നുണ്ട്. നാളികേരമൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ അവസാനം ശർക്കര ഒഴിക്കണം കേട്ടോ. ആ ശർക്കരയൊക്കെ ഒഴിച്ചിട്ട് റെഡിയാക്കി വെക്കുമ്പോഴാണ് ഒരു സംഭവം ഇവിടെ ഉണ്ടായത്. അതൊന്ന് ശ്രദ്ധിച്ച് കാണണം കേട്ടോ. കാരണം ഒരു നാളികേരമൊക്കെ ചിരകി ശർക്കരയൊക്കെ ഞാൻ വാങ്ങിച്ച ഉടനെ ഉരുക്കി വെച്ച് എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടായി. ഈ കലത്തിൻ്റെ വക്ക് പോന്നിട്ട് കൂട്ടാനൊക്കെ അങ്ങനെ അങ്ങോട്ട് പോയി കേട്ടോ. അപ്പോൾ അത് വളരെ ഒരു സങ്കടമായി. ഇതാണ് അതിൻ്റെ കറിയുടെ ഒരു ഭാഗം കാണിക്കണതാണ്. അതിൻ്റെ വക്ക് ഭാഗം അങ്ങനെ പോന്നു. പകുതി ചാറൊക്കെ അങ്ങനെ പോയി, കഷ്ണം മാത്രം അടിയിലിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഷോപ്പിലേക്ക് പോകേണ്ട സമയമായി. അപ്പോൾ അങ്ങനെ അത് അവിടെ ഇട്ടിട്ട് ഞാൻ ഷോപ്പിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. പിന്നെ അമ്മ അവിടെയൊക്കെ വൃത്തിയാക്കാനൊക്കെ കുറച്ച് പണിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ വൃത്തിയാക്കി എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ആകെ ഒരു ടെൻഷനിൽ കടയ്ക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഞാൻ എന്നിട്ട് വേറെ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആക്കിയിട്ട് ചോറൊക്കെ ആക്കി. ഇപ്പോൾ മാങ്ങക്കറി വറുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വന്നിട്ട് ഇനി ബാക്കിയുള്ളത് കുറച്ച് ശരിയാക്കാൻ വിചാരിച്ചു. ചാറൊക്കെ കുറേ അങ്ങനെ പോയി. അടിയിലത്തെ മാങ്ങ കഷ്ണം കണ്ടു, അതന്നെ ഉള്ളൂ. അപ്പോൾ അത് അമ്മ ഒരു പാത്രത്തിലേക്ക് ആക്കുകയാണ് കേട്ടോ. ഇനി ഞാൻ എന്തായാലും ഷോപ്പിൽ പോവാം. ഈ ഷോപ്പിൽ പോയിട്ട് അവിടെ എന്തൊക്കെ വിശേഷം നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ബസ്സിനാണ് പോയത്, മാന്നന്നൂർ നമ്മുടെ ഗോപാൽ ബസ്സിലാണ് പോയത്. അപ്പോൾ അതിൽ 2 അമ്മായിമാർ ഇരിക്കുന്നുണ്ട്. അതായത് അച്ഛൻ്റെ പെങ്ങന്മാരാണ് 2 അങ്ങനെ അവർ ഹോസ്പിറ്റലിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ഷുഗറൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് BP ഒക്കെ നോക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ എൻ്റെ ഷോപ്പിലേക്കും കയറി കഴിഞ്ഞപ്പോൾ ആകെ കുറച്ച് മാക്സി ഉള്ളൂ, ഒരു 10 മാക്സി ഉള്ളു പോകുന്നുണ്ട്. അത് എത്ര നോക്കിയാലും മതിയാവണമില്ല. അപ്പോൾ എൻ്റെ അമ്മായി അതൊക്കെ കുറേ നേരം നോക്കിയിട്ട് അവസാനം ഒന്ന് കിട്ടിയിട്ടോ. ഇപ്പോൾ കുറേ ദിവസമായി ഡ്രസ്സുകളൊന്നും ഞാൻ എടുക്കാറില്ല. ഇനിയിപ്പോൾ ഓണായിട്ട് എടുക്കുള്ളൂ കുറച്ച് അധികം ഡ്രസ്സൊക്കെ. അപ്പോൾ 2 അമ്മായിമാരും ഷുഗറും പ്രഷറും BP ഒക്കെ നോക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവർക്ക് ചായയൊക്കെ വാങ്ങിച്ച് കൊടുക്കാൻ വിചാരിച്ചിട്ട് 2 ചായയൊക്കെ വാങ്ങി. അപ്പോൾ ഇപ്പോൾ സമയം 10:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അമ്മായിമാർ ചായയൊക്കെ കുടിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ കഴിച്ച് വന്ന കാരണം ഞാൻ കഴിച്ചൊന്നുമില്ല, അല്ല ചായയൊന്നും കുടിച്ചില്ല കേട്ടോ. അങ്ങനെ ഒരു നൈറ്റ് അമ്മായിക്ക് ഇഷ്ടമായിട്ട് അമ്മായി പിന്നെ 2 കൂടിയും പോയി കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അടുത്ത ആൾ എത്തിയിട്ട് നമ്മുടെ സുന്ദരേട്ടൻ എത്തി. ആ സുന്ദരേട്ടൻ്റെ ഓരോ പരാജയം പരിഭവവും പറച്ചിലൊക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ കേട്ടു. ഞാൻ അങ്ങോട്ടും കുറേ നേരം സംസാരിച്ചിരുന്നു. അപ്പോൾ കൂട്ടുകാരെ, ഇതിൻ്റെ ഇടയിൽ എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. അപ്പോൾ കമൻറ്റ് ചെയ്ത ആൾക്കാരൊക്കെ എല്ലാവരും വായിക്കുന്നുണ്ട്. കമൻറ്റ് ചെയ്ത ആൾക്കാരെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വായിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ എല്ലാവരും കമൻറ്റും ആരൊക്കെ എഴുതിയെന്ന് അവരുടെ ഫോട്ടോ നോക്കുന്നുണ്ട്. എല്ലാവരും അതൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സമയമുള്ളവർ മാത്രം എഴുതുക. അതല്ലാത്തവരുണ്ടെങ്കിൽ ഒരു വരിയെങ്കിലും എഴുതുക, അല്ലെങ്കിൽ കമൻറ്റ് ലൈക്ക് ചെയ്താലും മതി കേട്ടോ. അങ്ങനെ സുന്ദരേട്ടൻ്റെ കുറേ കാര്യങ്ങളും പറച്ചിലും ഒക്കെ പരിഭവമൊക്കെ പറയലൊക്കെ കഴിഞ്ഞിറക്കണം അവിടെ നിന്നിട്ട്. അപ്പോഴേക്ക് ഞാൻ എൻ്റെ ഒരു സാരി ഉണ്ടായിരുന്നു, അത് ചുരിദാർ അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നാളത്തെ വീഡിയോയിൽ ഞാൻ ഈ സാരിയൊക്കെ വെട്ടിയിട്ട് ഒരു ചുരിദാർ ഇട്ടിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ സാരികൾ നമ്മുടെ ഒരു പഴയ സാരിയാണ് കേട്ടോ. ആ സാരി കൊണ്ട് ഞാൻ ചുരിദാർ അടിക്കാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ ഇടയിൽ.
അങ്ങനെ ലൈനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ വേറെ സാരി എടുത്തൊരു ചുവപ്പ് സാരി, അങ്ങനെ 2 സാരി വെട്ടിയിട്ട് ഇന്നിപ്പോൾ ഒരു ചുരിദാർ അടിച്ചു. മോൾക്കൊന്ന് അടിച്ചതുകൊണ്ട് എനിക്കൊന്ന് തയ്ച്ചു. അപ്പോൾ നാളത്തെ വീഡിയോയിൽ ഞാൻ അതിട്ടിട്ട് കാണിക്കാം. അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ മാങ്ങക്കറി അവിടെ ഇരിക്കണ്ടല്ലോ, അത് കൂട്ടാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇനി വീട്ടിൽ പോയിട്ട് നമുക്ക് മാങ്ങക്കറി എന്തായാലും കടുകൊക്കെ പൊട്ടിച്ചിടണം. കുറച്ച് പണിയും കൂടി ഉണ്ട്. പിന്നെ ഇപ്പോൾ എന്താ പ്രത്യേകിച്ച് വിശേഷങ്ങൾ, ഇതൊക്കെ തന്നെയാണ് ചെറിയ ചെറിയ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ വർത്തമാനം പറയാൻ പിന്നെ സമയം പോവില്ല എന്നും പറയില്ല കേട്ടോ. അപ്പോഴേക്കും അടുത്ത ആൾ വന്നതിൻ്റെ ഇടയിൽ. അപ്പോൾ അപ്പോൾ ഇവിടെ വെറുതെ വന്നത് തന്നെയാണ്, അടുത്ത പണിക്കരടുത്ത് വന്നതാണ് കേട്ടോ. അപ്പോൾ എന്നോട് ഓരോ വർത്തമാനമൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു, കുറച്ച് നേരമൊക്കെ ഇരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ നാളൊക്കെ ചോദിച്ചു. ഞാൻ അപ്പോൾ നാളെ തൃക്കേട്ടയാണ് പറഞ്ഞു കേട്ടോ. അപ്പോൾ അയ്യോ തൃക്കേട്ട നക്ഷത്രമാണോ, ആണുങ്ങളുടെ നക്ഷത്രമാണല്ലോ എന്നൊക്കെ പറഞ്ഞു. പിന്നെന്താ 35 കൊല്ലം കുറച്ച് ഭയങ്കര ദോഷമാണ്. 55 എത്ര വയസ്സായി ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു 40 കഴിഞ്ഞു പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ 55 വയസ്സ് വരെ നല്ലതാണ്, പിന്നെ 55 കഴിഞ്ഞാൽ പിന്നെ ചൊവ്വയിൽ എന്തൊക്കെ ദോഷങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും അത് കേട്ടിട്ട് കേട്ടിട്ട് അവിടെ അങ്ങനെ ഇരുന്നു. അപ്പോൾ പിന്നെ മകൻ്റെ കാര്യമൊക്കെ ചോദിച്ചു. മകൻ്റെ കാര്യം കുറേ എന്താ നാളൊക്കെ ചോദിച്ചു. അതിനെ പറ്റിയിട്ടും കുറേ നേരം പറഞ്ഞു. അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ഷോപ്പിലത്തെ ഓരോ വിശേഷങ്ങൾ കേട്ടോ. എന്തായാലും എനിക്ക് കൂട്ടുകൂടാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ എന്തായാലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇക്കൂസ് പറഞ്ഞ പോലെ ആര് വന്നാലും നമ്മൾ നേരം പോലെ കടയിലേക്ക് വന്ന് ഇരുത്താനും സംസാരിക്കാനും നമുക്ക് അറിയാലോ. ഓരോരുത്തർ വരുമ്പോൾ നമുക്കറിയാലോ, അവരൊക്കെ ഒരു പാവം പിടിച്ച ആൾക്കാർ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, എല്ലാവരും നമ്മുടെ ആൾക്കാർ തന്നെയാണ്. പിന്നെ ഞാൻ വൈകുന്നേരത്ത് ഞാൻ വീട്ടിലെത്തിയിട്ട് കുറച്ച് ഭാഗം കൂടി കാണിക്കുകയാണ് കേട്ടോ. വീട്ടിലെത്തിയിട്ട് പിന്നെ നമ്മുടെ ഒരു മാങ്ങാക്കറിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ വറുത്തിട്ടു അതിൻ്റെ ഇടയിൽ. അപ്പോൾ അതൊന്നും വീഡിയോ എടുത്തില്ല. പിന്നെ ചട്ടി പൊട്ടിയതിൻ്റെ അടിഭാഗമൊക്കെ അമ്മ അത് തേച്ച് കഴുകിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കാണിച്ചെന്താണ്. അപ്പോൾ നമ്മുടെ വലിയൊരു കുട്ടിക്കാരൻ ഞാൻ ഇത് വെക്കില്ല, എപ്പോഴും മീൻ കൂട്ടാനൊക്കെ അതിലാണ് കാണിക്കാറ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പണി തീർന്നു. ഞാൻ അതിൽ വല്ല വെള്ളപ്പം എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയില്ല, അത് നോക്കി വെക്കണം ഒന്ന്. അപ്പം ഇനി മാങ്ങ കൂട്ടാൻ ഒന്ന് കാണിച്ചു തരാം. ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു മാങ്ങക്കറി വെക്കണത് കാണിച്ചു തരുമോ ചേച്ചി പറഞ്ഞിരുന്നു. പിന്നെ നമ്മുടെ സുൽച്ചേച്ചി പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, സുൽച്ചേച്ചി മാങ്ങക്കറി കൊണ്ടുവരണം, നിൻ്റെ വീഡിയോ ഞാൻ 12 മണിക്കും 11:30ക്കും 10:00ക്കും ഒക്കെ കാണുന്നതാണ്. അതേപോലെ വണ്ടിയുടെ അതിനെ പോവരുത്, റെയിലിൻ്റെ അതിൽ പോവരുത് സുൽച്ചേച്ചി പ്രത്യേകം പറഞ്ഞിരിക്കണു. ശരി കേട്ടോ സുൽച്ചേച്ചി, ഞാൻ ശ്രദ്ധിക്കാം. അപ്പോൾ മാങ്ങക്കറി ഞാൻ രാവിലെ കൊണ്ടുവന്നേരാം കേട്ടോ. അപ്പോൾ എന്തായാലും ചാനലിൽ കാണണ്ടല്ലോ. അങ്ങനെ സമയം ഇപ്പോൾ ഒരു 7 മണി കേട്ടോ. വൈകുന്നേരത്തെ 7 മണിക്കുള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ കാണിക്കണത്. ഇതാണ് മാങ്ങക്കറി രാവിലെ എടുത്തതിൻ്റെ ബാക്കി കുറച്ച് നടന്നതാണ്. ഞാൻ ഒരു നാളികേരം പിന്നെ അധികം കറി ഇതൊക്കെ എടുത്തിട്ടാണ് വെച്ചത് കേട്ടോ. വലിയ കുട്ടിക്കാലത്തിലാണ് വെച്ചത്, പക്ഷേ വിചാരിച്ച പോലെ അങ്ങനെ നടന്നില്ല. അങ്ങനെ എൻ്റെ കൂട്ടുകാരെ വീഡിയോ അവസാനിക്കാറായി കേട്ടോ. അപ്പം ഞാനിതൊന്ന് ടേസ്റ്റ് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. കുറച്ചെടുത്തിട്ട് ടേസ്റ്റ് നോക്കാം. അപ്പോൾ അമ്മയ്ക്ക് ഷുഗറായ കാരണം അധികമൊന്നും വേണ്ട പറഞ്ഞു. എന്നാലും അമ്മ കുറച്ചൊന്ന് വെറുതെ ഒന്ന് കൂട്ടി നോക്കിട്ടോ. ഞാനും കൂട്ടി നോക്കി, എനിക്കും കുഴപ്പമൊന്നും ഉണ്ടായില്ല. കാരണം ഞാൻ വെച്ച കറി ഞാൻ കുഴപ്പമില്ല എന്ന് ഞാൻ തന്നെ പറയുമ്പോൾ എനിക്ക് വിശ്വാസമാവില്ല. അതുകൊണ്ട് ഞാനൊന്നും പറയണില്ല. എനിക്ക് എന്തായാലും എൻ്റെ മാങ്ങക്കറി എനിക്കിഷ്ടമായി. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊരു ലൈക്കെങ്കിലും തരണം. സബ്സ്ക്രൈബ് ചെയ്യുക. ആർക്കെങ്കിലും മടിയാണെങ്കിൽ അതൊന്നും വേണ്ട, ലൈക്കെങ്കിലും ചെയ്യുക. അപ്പോൾ നാളത്തെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ. ഒരു പുതിയ വീഡിയോ. പിന്നെ മാങ്ങാക്കൂട്ടം വെക്കാൻ പിന്നെ എല്ലാവർക്കും അറിയുണ്ടാവും, പ്രത്യേകിച്ചൊന്നും ഇല്ല. ഞാൻ ചെയ്തത് പഴുത്ത മാങ്ങയിൽ ശർക്കര ഒഴിച്ചു,
തൈര് ഒഴിച്ചു, പിന്നെ നാളികേരം ഒഴിച്ചു. ആ നാളികേരത്തിൽ ജീരകം, കുരുമുളക്, വെളുത്തുള്ളി, ഉണക്കമുളകും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചു. പിന്നെ ഉലുവ, കറിവേപ്പില, ഉണക്കമുളക് കൂട്ടിയിട്ട് വറുത്തിട്ടു. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ബായ്.